ശ്രീ ജലീൽ പുനലൂർ, ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താണ്? ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുകയാണ്. അപ്പോൾ അധ്യാപകർ ചോദ്യം വിട്ടുകൊടുക്കുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ആരാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വി.ഡി. സവർക്കറാണ്. കാരണം അതിനെ താരതമ്യം ചെയ്യാൻ പോലും മറ്റാരുടെയും കണക്കുകൾ വരുന്നില്ല. ഇപ്പോൾ ഗാന്ധിയും നെഹ്റുവും ഒക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം 9 വർഷം അല്ലെങ്കിൽ 8 വർഷം 6 വർഷമൊക്കെയാണ്. അപ്പോൾ 27 വർഷം സവർക്കർ ജയിലിൽ കടന്നു എന്ന ചരിത്രം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ സവർക്കറിനെ വിശേഷിപ്പിച്ചത് ഭാരതത്തിൻ്റെ ധീരദേശാഭിമാനി എന്നാണ്. പിന്നെന്താണ് ഈ തലമുറയിൽപ്പെട്ടവർക്ക് എന്താണ് പ്രശ്നം? നോക്കൂ, അതാത് കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർ, അവർ ഭരണതലത്തിലിരുന്നവർ, സമരങ്ങളിൽ പങ്കെടുത്തവർ, ഇതിഹാസങ്ങൾ രചിച്ചവർ, അവരെ ചരിത്രം സൃഷ്ടിച്ചവർ, അവരെയൊക്കെ സംബന്ധിച്ച് അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർക്കും കാര്യങ്ങളെ കണ്ടറിഞ്ഞ ആളുകൾക്കും കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവുകയും ആ ബോധ്യം ചരിത്രത്തിൻ്റെ ലിപികളിൽ എഴുതി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഒരിടമുണ്ട്. സുഷമ സ്വരാജിനെ സംബന്ധിച്ച് ഒരിടമുണ്ട്. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ഒരിടമുണ്ട്. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചും ഇടമുണ്ട്. അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ചും വ്യത്യസ്തങ്ങളായ അവർ കൈകാര്യം ചെയ്ത ആ മേഖലകളെ സംബന്ധിച്ച് കൃത്യമായൊരു ബോധ്യമുണ്ട്. എന്നാൽ 70 വർഷം 80 വർഷങ്ങൾക്കു ശേഷം ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ ഒരു പുതിയ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് ഇവിടെ ചെറുക്കുന്നത്. അതിലാണ് നിങ്ങൾ അസഹിഷ്ണുത കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ഇപ്പോൾ പറഞ്ഞു ധീര ദേശാഭിമാനി, ദേശീയ നേതാവ് സവർക്കർ. നിങ്ങൾക്കങ്ങനെ പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഞാൻ നിങ്ങളെ പ്രകോപിതനാക്കുന്നില്ല, നിങ്ങളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹം എങ്ങനെയാണ് ദേശീയ നേതാവാകുന്നത്? ഞാൻ പറഞ്ഞല്ല, അല്ലല്ല, അദ്ദേഹം എനിക്ക് മുമ്പ് പറഞ്ഞ ആര് പറഞ്ഞാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അതായത് ഗൂഗിളിലടക്കം ഇന്ത്യ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യമാകുന്ന ഒരു ഫോട്ടോ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. 8ഓളം പ്രതികൾ, അതിലൊരുപാട് പ്രതികളുണ്ട്. ആ ഫോട്ടോയിൽ 8 പ്രതികളാണ്. ആ പ്രതികൾ ഒരു വിചാരണ കൂട്ടിൽ നിൽക്കുകയാണ്. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ട് ബ്രിട്ടീഷ് കോടതിയിൽ നിൽക്കുന്നവരല്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമര പോരാട്ടം നടത്തി ഈ രാജ്യത്തെ മോചിപ്പിച്ച ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ഈ ജനത നുകരുന്നതിന് മുമ്പ് നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ച് കൊന്നു തള്ളിയ കേസിൽ 6ാം പ്രതിയായ ഒരു കുറ്റവാളിയുടെ ഫോട്ടോ ആണ്. ആ കുറ്റവാളിയെ മതിയായ തെളിവുകൾ ഹാജരാകാത്തതിൻ്റെ പേരിൽ വെറുതെ വിട്ടു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ പേരിൽ തൂക്കിക്കൊന്ന ഒരു ഭീകരവാദി ഈ രാജ്യത്തുണ്ട്, ഗോഡ്സെ. അദ്ദേഹം പോലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സംശയം, അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ടല്ലോ. ഇപ്പം ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടാണ് താങ്കളിപ്പോൾ സവർക്കറുടെ പേരെടുത്ത് ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം, അങ്ങനെ ഗാന്ധി വധത്തിൻ്റെ ഭാഗമായിട്ടാണ് സവർക്കറെ പിന്നീട് കണ്ടിരുന്നതെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കുന്നത്? ഗാന്ധിയെ കൊന്ന ആളുടെ പേരിൽ ആരെങ്കിലും സ്റ്റാമ്പ് ഇറക്കൂ? ഈ സ്റ്റാമ്പ് ഇറക്കിയത് ആരാണ്? ഇന്ദിരാഗാന്ധി അല്ലേ ഈ സ്റ്റാമ്പൊക്കെ ഇറക്കിയത്? 1980-ൽ പാർലമെൻറ്റിനകത്ത് ഉൾപ്പെടെ ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ വീരപുരുഷൻ എന്നാണ് വി.ഡി. സവർക്കറെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ താങ്കൾ എങ്ങോട്ടാണ് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത്? അല്ലല്ല, അതിനൊക്കെ കൃത്യമായ മറുപടി പറയേണ്ടതും താങ്കൾ ചോദ്യം ചോദിക്കേണ്ടതും ഇനി വരാനിരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോടാണ്. താങ്കളുടെ ആ വാദത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് BJP സർക്കാർ കഴിഞ്ഞ 14 വർഷക്കാലത്തിനിടയിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അത് കഴിഞ്ഞ 10-60 വർഷക്കാലം കോൺഗ്രസ് സർക്കാർ ചെയ്തതിൻ്റെ അടിയിൽ ഒപ്പിടുന്ന പരിപാടി മാത്രമേ BJPക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പറഞ്ഞേക്കുന്നതോ സവർക്കറെ പറ്റി? ഇപ്പൊ താങ്കൾ പറയുന്നത് ഓക്കെ, കോൺഗ്രസിന്റെ നിലപാട് സവർക്കറിനെ പറ്റി മാറി മറിയുന്നതാണ് എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ, EMS നമ്പൂതിരിപ്പാട് സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിൽ എന്താണ് ജലീൽ പുനലൂർ സവർക്കറെ പറ്റി പറഞ്ഞേക്കുന്നത്? ഞാൻ വായിക്കണോ വേണമെങ്കിൽ? EMS അത് ഏത് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തലത്തിലാണ് അത് ഏത് ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ താങ്കൾക്ക് നേരത്തെ പറഞ്ഞ ആളിനും കൃത്യമായൊരു മറുപടിയുണ്ട്. ദേശീയ നേതാവ്, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുന്നു. താങ്കളോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ജയിലിലെത്തി, ആൻഡമാൻ ജയിലിലെത്തി 2 മാസം 60 ദിവസം തികയുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരന് മാപ്പ് എഴുതി കൊടുത്ത സ്വാതന്ത്ര്യ സമര പോരാളിയാണ് നിങ്ങൾ ഈ മിശികയായി ഇതിഹാസ നായകനായി വാഴ്ത്തപ്പെടുന്ന സവർക്കർ. ഒരു മാപ്പിൽ അവസാനിച്ചില്ല. ആ മാപ്പപേക്ഷ ബ്രിട്ടീഷ് സർക്കാർ തള്ളി. രണ്ടാമത് അദ്ദേഹം മാപ്പപേക്ഷ കൊടുത്തു.
എന്താണെന്നറിയാമോ? ഈ ബാക്കിയുള്ളവരുടെയൊക്കെ എന്താ തള്ളാൻ? അല്ല, ഞാൻ പറഞ്ഞുതരാം. നെഹ്റുവിന്റെ ഒന്നും തള്ളിയില്ലല്ലോ. അല്ല, എന്റെ ചോദ്യം അതാണ്. ചോദ്യം അതാണ്. ഈ പറയുന്ന അപേക്ഷ, അത് മാപ്പപേക്ഷയല്ല, അത് പോട്ടെ, അത് മാപ്പല്ല. അല്ല, ഞാൻ പറയട്ടെ, അത് നെഹ്റു ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നെഹ്റുവിന്റെ ഒക്കെ അക്സെപ്റ്റ് ചെയ്യുകയും സവർക്കറുടേത് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്യാൻ? അതാണ് ചോദ്യം. 12 വർഷത്തിനിടയിൽ 6 പ്രാവശ്യം മാപ്പപേക്ഷ കൊടുത്ത ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയാണ് സവർക്കർ. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണത് പരിഗണിക്കാൻ ബ്രിട്ടീഷുകാർ? നെഹ്റുവിനെയൊക്കെ ഇങ്ങനെ ഇറക്കി വിടുമായിരുന്നല്ലോ. അല്ല, നെഹ്റു എന്ന് പറയുന്നത് ജനകീയ നേതാവായിരുന്നു. ഗാന്ധിജി ജനകീയ നേതാവായിരുന്നു. അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം നേടുന്നതുവരെയും അവർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അടിയുറച്ചു. എന്നാൽ സവർക്കർ ഡി ക്ലാസ് കാറ്റഗറിയിലുള്ള സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ ദൃഷ്ടിയിൽ ഏറ്റവും അപകടകാരി, അതാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. നെഹ്റു ഒക്കെ എ ക്ലാസ് ആയിരുന്നേ. നെഹ്റുവിന് നല്ല മെത്തയും നല്ല കട്ടിലും കഴിക്കാൻ ഭക്ഷണവും നടക്കാൻ പൂന്തോട്ടവും ഉള്ളപ്പോൾ വി ഡി സവർക്കറിന് അത് ഉണ്ടായിരുന്നില്ല. ഡി ക്ലാസ് തടവറയിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചത് 27 വർഷക്കാലം. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്. ബ്രിട്ടീഷ് സർക്കാർ അതിൻ്റെ ഉദാരമായ പാതയിൽ എന്നെ മോചിപ്പിക്കാൻ ദയ കാട്ടിയാൽ എന്നെപ്പോലെ ഇംഗ്ലീഷ് സമൂഹത്തിന് വേണ്ടി, ബ്രിട്ടീഷുകാരന് വേണ്ടി, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു പോരാളി പിന്നീട് ഇന്ത്യ രാജ്യത്ത് വേറെയൊന്നും ഉണ്ടാകില്ല എന്ന് എല്ലാ അർത്ഥത്തിലും മാപ്പപേക്ഷിച്ച, സമ്പൂർണ്ണമായ കീഴടങ്ങൽ, ജയിലിലടയ്ക്കപ്പെട്ട് വർഷങ്ങൾക്കുള്ളിൽ സമ്പൂർണ്ണമായി മാപ്പപേക്ഷിച്ച സവർക്കറാണോ ദേശീയവാദി? അതേസമയം യൗവനകാലത്ത്, ജീവിതത്തിൻ്റെ വസന്തകാലമായ യൗവനകാലത്ത് തൻ്റെ ജീവിതം കഴുമരത്തിൽ ഹോമിച്ച ഭഗത് സിംഗ് ആണോ ദേശീയവാദി? പുന്നപ്ര വയലാർ സമരനായകരാണോ, സമര പോരാളികളാണോ ദേശീയവാദി? അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നീ സ്വാതന്ത്ര്യം നേടിയല്ലാതെ എന്റെ നാട്ടിലേക്ക്, അല്ല ഞാൻ പറഞ്ഞിരുന്നോട്ടെ, കാലുകുത്തരുതെന്ന് പറഞ്ഞ മൗലാന ജൗഹറിന്റെ ഉമ്മയാണോ ദേശീയവാദി? 12 വർഷത്തിനിടയിൽ 6 പ്രാവശ്യം നിർലജ്ജ മാപ്പപേക്ഷിച്ച സവർക്കറാണോ ദേശീയവാദി?